എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണിനെ കണ്ടിട്ട് പുറത്തേക്ക് ഭയങ്കര സന്തോഷത്തോടു കൂട്ടാണ് സാരിയും ശാരിയും കൂടെ ഇറങ്ങി വരുന്നത്. സാരിയു കിടന്ന് അട്ടഹസിച്ച് ചിരിക്കുവാണ്. ഈ ചിരി കണ്ടപ്പോ ശാരി പറഞ്ഞു, വേണ്ട മോളെ, അധികം നമ്മൾ സന്തോഷിക്കണമെന്ന് പറയണ. എന്താ സന്തോഷിച്ചാല് ഇനി ഒരു കുഴപ്പമില്ലെന്ന് പറയണ. അവന്റെ ആ കിടപ്പ് ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ എത്ര ആഗ്രഹിച്ചാന്നറിയാവോ. അതൊക്കെ ശരി തന്നെ ആയിരിക്കും, പക്ഷെ പറയാൻ പറ്റില്ല. കാരണം അവൻ അങ്ങനെ കിടന്നാലും ചിലപ്പോ ഉയർത്തെഴുന്നേറ്റ് വന്നാലോ, അതൊന്നും ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല അമ്മേ. അവന്റെ അവസാനമായതാ. ഇനി അതേ കാലം അവന് ഭൂമി ജീവനോട് ഇരിക്കാൻ പോലും സാധിക്കില്ലെന്ന് പറയാം. എനിക്ക് ഇപ്പോഴൊരു സന്തോഷമായത്. എത്ര കാലത്തിനൂടിയാ കാലത്തിന് ശേഷമാ ഞാൻ ഇങ്ങനെ ഒന്ന് സന്തോഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സരിയും ശാരിയും കൂടെ ഇറങ്ങിപ്പോരുന്നേ. ഈ സമയത്ത് മനോഹർ വരുണിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വരുണിനെയും കുടുംബത്തെ കല്യാണക്കുറിയെ കാണിക്കുകയാണ്. വലിയ ഗംഭീരമായിട്ട രീതിയിലല്ല, ചെറിയ രീതിയിലുള്ളൊരു കല്യാണക്കുറി അത്ര മാത്രം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് മനോഹർ പറഞ്ഞിട്ട് ആ കല്യാണക്കുറി അവരെ കാണിക്കണം. വരുണിത് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, കൊള്ള, സൂപ്പർ ആയിട്ടുണ്ടെന്ന് കൈ കൊണ്ട് കാണിക്കുകയാണ്. ആ സമയം പെണ്ണിന്റെ വീട്ടിൽ നിന്നുള്ള കല്യാണക്കുറി കാണിക്കുകയാണ്. അപ്പൊ സുഗന്ധി അത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ മോനെ കല്യാണക്കുറി, ഞങ്ങൾ ചെറിയ തോതിലെ കല്യാണക്കുറി അടിച്ചിട്ടുള്ളെന്ന് പറയണം. അങ്ങനെ കല്യാണക്കുറിയൊക്കെ വാങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ഓഡിറ്റോറിയം കൊടുത്തിരിക്കുന്ന തൊട്ടടുത്തുള്ള ഒരിതിലാണ്. അപ്പൊ ഇങ്ങനെ അതെവിടെ എന്താന്നും മനസ്സിലായില്ല. ഒരു നിമിഷം മനോഹർ ഒന്ന് ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ല ഇതെവിടെ ഈ ഓഡിറ്റോറിയം ചോദിക്കണം. പെട്ടെന്ന് തന്നെ ഓഡിറ്റോറിയം എവിടെയാന്നുള്ള കാര്യം അവർ പറയണം. ഓ, അത് കുഴപ്പമില്ല, തന്നെ അറിയുന്ന ആരും അവിടെ ഇല്ലാന്ന് തോന്നേ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വിഷമം വേണ്ട. അല്ലെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ ആയാലും ഇനി തന്റെ പരിചയത്തിലുള്ളവരോ ആരെങ്കിലും അങ്ങോട്ട് വരുമോന്നൊരു പേടി വേണം. ഇനി ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പിന്നീട് മനോഹറിനോട് സുഗന്ധി ചോദിച്ചു, അല്ല മോനെ, അച്ഛനും അമ്മനും വിവരം അറിയിച്ചില്ലേ? അവരെന്നത്തേക്കാ വരുന്നതെന്ന് ചോദിക്കും. കല്യാണത്തിന് മുമ്പ് അവരും കൂടെ എത്തുമെന്ന് പറയണം. പിന്നെ എൻഗേജ്മെന്റ് ഒന്നും ഇല്ലോ, കല്യാണം മാത്രമല്ലേ ഉള്ളൂ. കാരണം അവർക്ക് അധിക ദിവസം ലീവ് ഒന്നും ഇല്ല, അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ. ഓ അങ്ങനെ, അതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നിട്ട് കല്യാണം നടത്തിയിട്ട് പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല മോനെ, ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കല്യാണം നടത്താം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മോൻ അറിയാലോ, ഞങ്ങളും അധികം ബന്ധുക്കാരെയൊന്നും വിളിക്കാൻ പോകുന്നില്ലെന്ന് വരുണിന്റെ അച്ഛൻ പറയണം. അത്യാവശ്യം വേണ്ട കുറച്ചു പേരെ മാത്രം. മനോഹർ പറഞ്ഞു, ഞാനും അങ്ങനെയൊക്കെ തന്നെയാ, 50 പേരെയൊക്കെ വിളിക്കുള്ളൂ. എന്റെ ഭാഗത്തുനിന്ന് 50 പേരൊക്കെ കാണുള്ളൂ. കൂടുതൽ ആൾക്കാരെ വിളിച്ച് സദ്യ കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ അങ്കിളെ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയാം. മോൻ പറഞ്ഞ് ശരിയായിട്ടുള്ളൊരു കാര്യമാന്ന് പറയാം. അത് മതി, വലിയ ആർഭാടമായിട്ടൊന്നും നടത്തേണ്ട കാര്യമില്ല എന്ന് പറയാം. പിന്നീട് വരുണിനോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നീക്ക് രണ്ടുപേർക്കും തനിച്ചെന്തെങ്കിലും സംസാരിക്കുകയുണ്ടെങ്കിൽ പോയി ആയിക്കോ, ഇനിയിപ്പം ഞങ്ങൾ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പാകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സുഗന്ധി രാഘവനും കൂടെ അവിടെ നിന്ന് മാറി കൊടുക്കുകയാണ്. വരും പതുക്കെ മനോഹരം നോക്കി ഒന്ന് ചിരിക്കണം. എടാ, നിനക്കിട്ടുള്ള പണി ഞാൻ തന്നിട്ടുണ്ടടാ എന്നുള്ള രീതിക്ക്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും റെസ്റ്റോറൻറ്റിലേക്ക് വരുണും നിതേ ജുബാനെ എല്ലാരും കൂടെ വരുവാണ്. അങ്ങനെ അവര് വന്ന് ഇരിക്കുവാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് കല്യാണി വരുന്നേ. കല്യാണി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വരുൺ എന്ത് ചെയ്യുവാണ്, കയ്യിൽ നിന്ന് കല്യാണക്കുറി കാണിക്കുവാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അവനാള് കൊള്ളാലോ, പുതിയ പേരൊക്കെ, അവന്റെ അച്ഛന്റെ അമ്മയുടെ പേര് കണ്ടോ, സുമിത്ര എന്നൊക്കെ അമ്മയ്ക്ക് പേരിട്ടിരിക്കുന്നു. അവനാള് പുലിയാണല്ലോ എന്ന് പറയണ. അവൻ ഓരോ ദിവസവും ഓരോ അച്ഛനും അമ്മയായിരിക്കും എന്നൊക്കെ പറയണ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ വരും പറഞ്ഞു, അത് ശരിയാ എന്നും പറഞ്ഞ് അവരെല്ലാരും കൂടെ കൂടിയിരുന്ന് ചിരിക്കുവാണ്. പെട്ടെന്ന് നിഷ ചോദിച്ചു, അല്ല വരുണേട്ടൻ എന്താ ഇത്ര പെട്ടെന്ന് കല്യാണം നടത്താൻ തീരുമാനിച്ചെന്ന് ചോദിക്കുക. ഓ, നിധേനെ കെട്ടാൻ ധൃതിയായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും വരും പറഞ്ഞു, അതുകൊണ്ട് മാത്രമല്ല, അവന്റെ കള്ളത്തരം എത്രയും പെട്ടെന്ന് പൊളിച്ചെടുക്കണം തോന്നി, അതുകൊണ്ട് മാത്രമാണെന്ന് പറയണം. നിഷ പറഞ്ഞു, അത് ശരിയാ, ആദ്യകാലം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനായിട്ടാ. ഈ സമയം കല്യാണി പറഞ്ഞു, അറിയാലോ അവൻ ആള് ഊടായിപ്പാണ്, അവൻ ഏത് വിധേനം രക്ഷപ്പെടാനായിട്ട് നോക്കും, ഒരിടത്ത് അവനൊരു പഴുത് കൊടുക്കില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ വരും പറഞ്ഞു, ആ കാര്യത്തിലൊന്നും എനിക്ക് ഒരു ടെൻഷൻ ഇല്ല കല്യാണി ചേച്ചി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയാം. ഇനിയിപ്പോ അടുത്ത കല്യാണ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ എടുക്കാണ്ട് പോകുന്നേ. കല്യാണി പറഞ്ഞ്, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, താലിമാല അവൻ എടുക്കൂല, ഇച്ചിരി കാനത്തിൽ തന്നെ കൂടെ എടുപ്പിച്ചോളാൻ പറയണം. ആ കാര്യം ഞാൻ ഏറ്റു, അവന്റെ നിന്ന് കുറച്ച് പണം പോട്ടെ, അവന്റെ അല്ലല്ലോ, അവന്റെ ഭാര്യയുടെ പണമല്ലേ പോന്നെ, എന്നാലും കുഴപ്പമില്ല, കുറച്ച് പണം അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, അവരാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആവുകയാണ്. കല്യാണത്തെക്കുറിച്ചും എല്ലാം തീരുമാനിക്കുകയൊക്കെ ചെയ്യണം. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ജെറി കിരണിനെ കാണാനായിട്ട് കിരണിന്റെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ദീപയാണ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നത്. ദീപയ്ക്കാണെങ്കിൽ ഈ ഗംഗാപ്രസാദിനെ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ചാര എന്താന്നൊക്കെ ചോദിക്കണം. കല്യാണിയുടെ അമ്മയല്ലേ നിൽക്കും. അതെ, ഞാൻ ജെറി ജോൺ എന്ന് പറയണോ. ഓ മനസ്സിലായി, ആ മോന്റെ കാര്യം ഇവിടെ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, കയറി വാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് ഗംഗാപ്രസാദ് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ കിരണ്, കുറവുണ്ടോന്ന് ചോദിക്കണം. അതുപോലെയൊക്കെ തന്നെ കിടക്കുന്നു, പ്രത്യേകിച്ച് ഒരു കുറവില്ലെന്ന് പറയണം, ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ
ഭേദമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്ന ഓർമ്മശക്തിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് ദീപ അത് പറയാനൊന്നും പോയില്ല. ഞാൻ ആ കൃത്യസമയത്ത് അങ്ങോട്ട് വന്നോണ്ട് ആന്റി, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാണെന്ന് പറയാം. എനിക്കാണെങ്കിൽ ഇവിടെ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ആവശ്യത്തിന് വന്നാന്ന് പറയണം. അല്ല മോനിപ്പോ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെയാന്ന് പറയണം. എന്റെ ബിസിനസ്സും ബാംഗ്ലൂരും ഒക്കെ ഉണ്ട്, അപ്പൊ ഞാൻ അവിടെയാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കിരണിനെ കാണാൻ വരുന്നത്. ആ സമയത്താണ് ഈ ആക്സിഡന്റ് കാണുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദീപ പറഞ്ഞു, മോൻ കണ്ടുകൊണ്ട് മാത്രം എന്റെ മരുമോൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്താനും എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. എന്റെ മോള് വിധിയായി പോയനെന്നൊക്കെ പറയണം. അങ്ങനെ അവരകത്തേക്ക് വന്നു. അകത്തേക്ക് ചെന്നപ്പോൾ കിരൺ ഇങ്ങനെ കിടക്കുവാണ്. ആ സമയം ദീപ പറഞ്ഞു, ഞാൻ എന്തേലും കുടിക്കാൻ എടുക്കാന്ന് പറയണേ. വേണ്ട ആന്റി എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, മോൻ എന്തേലും കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ദീപ കുടിക്കാൻ എടുക്കാൻ പോയി. പിന്നീട് ദീപ അകത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് കിരണിനെ നോക്കണം. ആപാത ചൂടൊന്ന് വീഴ്ചു. ഇവനാള് കൊള്ളാം, ഇവന്റെ തടി കേടായി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവനായിരുന്നു തനിക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാർത്തികനെ രക്ഷിക്കാനായിട്ട് ഇവൻ വരുമായിരുന്നു. ഇനിയിപ്പോ ഇവനീ കിടപ്പ് കിടക്കുന്നതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. തനിക്ക് എന്ത് വേണം ചെയ്യാം, അവളെ ആരും ഒന്നും ചോദിക്കാനും പറയാനൊന്നും പോകുന്നില്ല. തന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദീപം കുടിക്കാൻ കൊടുത്തു, ജ്യൂസ് കൊടുത്തു. ജ്യൂസ് കുടിച്ചോണ്ടിരുന്ന സമയത്ത് അവൻ്റെ കാര്യം ഓർത്തു. ഈ സമയത്ത് അങ്ങനെ ഇനി ഇങ്ങോട്ട് കാർത്തികേയനും കയറി വന്ന് അതോടുകൂടി തീർന്നു. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. പിന്നീട് ദീപയോട് പറഞ്ഞു, എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ അമ്മേന്ന് ചോദിക്കുകയാണ്. എന്താ മോനെ ധൃതി, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ, കല്യാണമോള് പുറത്ത് പോയേക്കുക, അവള് പോയിട്ട് വന്നിട്ട് പോയാൽ പോരെ നിൽക്കും. എനിക്ക് അല്പം ധൃതിയുണ്ട്, ബിസിനസ് കാര്യങ്ങൾക്കും മറ്റോട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ളൂ. എന്നാ ശരി ആയിക്കോട്ടെ മോനെ എന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അവന് ഗംഗാപ്രസാദ് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്താണ് കൃത്യം അങ്ങോട്ട് കാർത്തിക വരുന്നത്. കാർത്തിക വന്നു കഴിയുമ്പോൾ മുറ്റത്തൊരു ബൈക്ക് കിടക്കുന്നുണ്ട്. ഈ ബൈക്ക് ആരോ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് കാർത്തിക ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കും ഗംഗാപ്രസാദ് പുറത്തേക്ക് വന്നു. നോക്കിയപ്പോൾ കാർത്തിക ഇറങ്ങുന്നുണ്ട്. ദൈവമേ, തന്നെ ഇപ്പൊ ഇവളിവിടെ കണ്ട പ്രശ്നമോ, അതൊരു കാണാശനും പാടില്ല എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുവാണ്. കാർത്തിക ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. കാർത്തിക അങ്ങോട്ടേക്ക് വന്നിട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് ജെറി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, അല്ല അവൻ പുറത്തേക്ക് പോയല്ലോ അല്ല അമ്മേന്ന് ചോദിക്കാം. പുറത്തേക്ക് പോയെന്ന് പറയാ, തൽക്കാലത്തേക്ക് ആരും അറിയണ്ട, അതുകൊണ്ട് അമ്മയോട് ആരോടും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ്. അതൊന്നും കുഴപ്പമില്ല കിരൺ മോനെ, ആരും അറിയണ്ട. കാരണം ഓർമ്മശക്തി തിരികെ കിട്ടിയെന്ന് അറിഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല, ഇനി ദുഷ്ടന്മാരായ ആൾക്കാർ ഇനിയും വരുമെന്ന് പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ആ കാർത്തിക അകത്തേക്ക് പോയ തക്കത്തിന് പെട്ടെന്ന് തന്നെ ഗംഗാപ്രസാദ് അവിടുന്ന് ബൈക്ക് കൊടുത്ത് സ്റ്റാൻഡ് വിടുവാണ്. അവനറിയിനി അവിടെ നിന്നിട്ടുണ്ട് പന്തിയല്ലെന്നുള്ള കാര്യം. അങ്ങനെ കാർത്തിക അങ്ങോട്ട് കയറി ചെല്ലുന്ന കണ്ടപ്പോഴത്തേനും ദേവി ചോദിച്ചു, അല്ല ഇങ്ങോട്ട് വന്ന് ജെറിമോനെ കണ്ടായിരുന്നു ചോദിക്കും. ജെറീനിയോ? അതെ, എപ്പോഴങ്ങോട്ട് പോയതോളെന്ന് പറയണ. അയ്യോ കണ്ടില്ലോ ആന്റി എന്ന് പറയണ. അതെ ഇപ്പൊ അങ്ങോട്ട് പോയതോളൂ, ഞാൻ കരുതി മോള് കണ്ടു കാണുമായിരിക്കുന്നു. കിരൺ പറഞ്ഞു, എന്നെ കാണാൻ വേണ്ടി വന്നാ, എന്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, എന്താളും സ്നേഹമുള്ള ഒരാളാണല്ലോ ജെറി, അതുകൊണ്ടല്ലേ കിരണിനെ പിന്നെ കാണാൻ വന്നേന്നൊക്കെ പറയണേ. കിരൺ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇതുവരെയായിട്ടും അദ്ദേഹത്തോട് ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടില്ല. എനിക്ക് സംസാരശേഷി നന്നായിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഓർമ്മശക്തി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് കേട്ടാ ദീപ പറഞ്ഞു, അത് ശരിയാ, പറയണമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ കല്യാണിമോളൊക്കെ വിലക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തേന്നൊക്കെ പറയാണ്. പിന്നീട് കിരൺ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാണ്. കുറവുണ്ടെന്ന് പറയാണ്. ഈ സമയം കാർത്തിക പറഞ്ഞു, അത് പിന്നെ അവനുണ്ടല്ലോ, എനിക്ക് അവന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമല്ലേ കിരണേന്ന് പറയണം. ആരുടെ? ആ ഗംഗാപ്രസാദിന്റെ കാര്യമേ. എനിക്കിപ്പോ ടെൻഷൻ അമ്മേനെ കുറിച്ച് ഓർത്തിട്ടാ. അമ്മ ചെന്നൈയിലാന്ന് അവനോട് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവൻ അറിഞ്ഞിട്ടുണ്ട് അമ്മ കേരളത്തിലാന്ന്. ഒരു പക്ഷെ പാലക്കാടാന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങോട്ടേക്ക് പോകും. എന്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ. ഇനി അധിക ദിവസത്തിനുള്ളിൽ തന്നെ അവൻ എന്റെ അമ്മേനെ കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, എന്തിനാ വിഷമിക്കണേ, ഞാനല്ലേ വീണ് നടക്കുന്നുള്ളൂ, അച്ഛനുണ്ടല്ലോ, അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയാണ്. ആ സമയം ദീപ പറഞ്ഞു, അതെ ഇത് രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ആ സരിയും ശാരിയും കൂടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ കാർത്തിച്ചു, അയ്യോ എന്നിട്ടോ ആന്റി എന്തിനാ അവരെ കാണാൻ സമ്മതിച്ചെന്ന് നിൽക്കും. ഇടിച്ചു കയറി ഇങ്ങോട്ട് വരുമല്ലേ ഇതേ, ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ നിന്ന്. നമുക്കറിയാലോ അവരുടെ ഉള്ളിൽ ഇപ്പൊ എന്താന്നുള്ള കാര്യം. അടിച്ചിറക്കണ്ടായിരുന്നു ആന്റിന്ന് ചോദിക്കുകയാണ് കാർത്തിക. അടിച്ചിറക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ ഒരു രോഗിനെ കാണാൻ വന്നിയപ്പോൾ നമ്മളങ്ങനെ വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലോ, അതുകൊണ്ട് മാത്രം. പക്ഷെ ഇനി കയറി വരുമെന്ന് തോന്നില്ല എന്ന് പറയാണ്. കിരൺ പറഞ്ഞു, ഇനിയും വരും, ഞാനിങ്ങനെ കിടക്കുവാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാനായിട്ട് ഇനിയും വരുമെന്ന് പറയാണ്. ഈ സമയം കാർത്തികനെ മനസ്സിൽ ആലോചിക്കുക, ദൈവമേ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, തന്റെ അമ്മേനെ കണ്ടെത്താൻ അങ്ങനെ പോവാ, അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്, തന്റെ അമ്മയുടെ കഷ്ടകാലമാണ്, അവൻ വെറുതെ ഇരിക്കത്തില്ല എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തിന് കാർത്തികയുടെ ഉള്ള സമനിലയും കൂടെ തെറ്റുവാണ്. അവിടെ ഇരുന്നപ്പോൾ കാർത്തിക് മനസ്സിലായി, ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് ശരിയാകത്തില്ല, തന്റെ അമ്മേനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നൊരു ചിന്തയൊക്കെ കാർത്തികയുടെ മനസ്സിലേക്ക് വരുവോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.